വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമനിസം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഈ ഒരു പേജാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഭാഗം നമ്മൾ വായിച്ചു തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം നോക്കുകയാണ്, ഒരു 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 എന്താണ് ആരോ പറഞ്ഞൊരു കാര്യം ഇവിടെ തന്നേക്കുവാണ്. എന്താ സംഭവം? ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യു, അല്ലേ? അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, അല്ലേ? ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യു. വെർച്യു എന്ന് വെച്ചാൽ എന്താ? വെർച്യു എന്ന് വെച്ചാൽ മോക്ഷം എന്നൊരു മീനിങ് ആണ്. അതായത് അറിവെന്ന് പറയുന്നത് എന്തിലേക്ക് നയിക്കും? മോക്ഷത്തിലേക്ക് നയിക്കും. അതായത് നമ്മൾ അറിവിനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും എന്ത് കിട്ടത്തില്ല? മോക്ഷം കിട്ടത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഒരു ബോറാണ്, അല്ലേ? എന്താണെന്ന് മനസ്സിലാവുന്നത്? ഇത് ആരാ പറഞ്ഞേക്കുന്നത്? ഇത് പറഞ്ഞേക്കുന്നത് റോജർ ബേക്കൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഒരു ഫിലോസഫറാണ്. അപ്പോൾ ഫിലോസഫി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്താണ്? അറിവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അറിവിന് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കും. പിന്നീട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, ഈ പറയുന്ന ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റ് മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന റാഷണലിസം, അതായത് യുക്തി ചിന്തയ്ക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. യുക്തി പറയുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അവിടുത്തെ ഫ്യൂഡലിസ്റ്റിക് പവറിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഉപദ്രവിക്കുമായിരുന്നു, കൊന്നുകളയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് മനസ്സിലായി. പിന്നീട് നമുക്ക് ഈ പറയുന്ന സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് മനസ്സിലായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തുടക്കം എന്താണ്, അവസാനം എന്താണ്, അല്ലെങ്കിൽ നമ്മളിവിടെ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്, ആരെ പറ്റിയാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്കില്ല, അല്ലേ? ഈ ഗ്രീക്കോ റോമൻ കൾച്ചർ എന്താണ്, ഫ്യൂഡലിസം എന്താണ്, അല്ലേ? ഇതെവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ഐഡിയയുടെ കുറവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും. അപ്പോൾ നമുക്ക് ആദ്യം അതൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്, ഇത് എവിടെയാണ് നടക്കുന്നത്, ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട്, അതായത് ഈ പറയുന്ന സംഭവം എന്തോ സംഭവം നടന്നല്ലോ, ഈ നടന്ന സംഭവത്തിന് മുന്നേ എന്ത് നടന്നു, പിന്നീട് എന്ത് നടന്നു എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമ്മളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്, എന്താണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമനിസം എന്നാണെങ്കിലും നമ്മളിവിടെ പഠിക്കുന്നത് റിനൈസൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. റിനൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീബർത്ത്, അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു ചേഞ്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. എവിടെ സംഭവിക്കുന്നത്? യൂറോപ്പ് എന്ന കോണ്ടിനെൻറ്റിൽ. പ്രധാനമായിട്ട് എവിടെയാണ് നടക്കുന്നത്? ഇംഗ്ലണ്ടിലാണോ? അല്ല, ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തിൽ നിന്നുള്ള മാറ്റം, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്, നമ്മളൊരു കഥ പറയാൻ പോവുകയാണ്. പണ്ട് 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 ഏതാണ്ട് ഈ പറയുന്ന 13-ാം നൂറ്റാണ്ട്, 14-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതിലേക്ക് നയിച്ച കുറച്ച് സംഭവങ്ങളെയും പറ്റി നമ്മൾ ഇന്നൊരു കഥ പഠിക്കാൻ പോവുകയാണ്. ആ കഥ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും, കഥ വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഫോർത്ത് പേജ്, ഫിഫ്ത്ത് പേജ് വരെയുള്ള ഏതാണ്ട് ഈ 12-ാം പേജ് വരെയുള്ള പോയിന്റുകൾ മൊത്തം നമ്മൾ കാണാതെ ഒന്നും പഠിക്കാതെ നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പോവുകയാണ്? പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഥ ആരംഭിക്കുന്നു. അപ്പോൾ അറിയാമല്ലോ, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്, ഈ കാണുന്ന PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, രണ്ടിലും കൂടെ ജോയിൻ ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ കിട്ടും. അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോ. പുതിയ ക്ലാസ്സുകൾ, അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മൾ ഇനി വേറെ സംസാരമൊന്നുമില്ല, നേരെ നമ്മൾ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, മനുഷ്യന് വില കൊടുക്കുന്ന ഒരു സംഭവം, അതാണ് ഹ്യൂമനിസം. മനുഷ്യനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹ്യൂമനിസം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ്, നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? റിനൈസൻസ്. അപ്പോൾ റിനൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ, നോക്കിയേ, ഫ്യൂഡലിസം നിലനിന്നിരുന്ന മിഡീവൽ കാലഘട്ടത്തിൽ നിന്നും മോഡേൺ കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ മലയാളത്തിൽ നവോത്ഥാനം എന്ന് പറയും. അപ്പോൾ സംഭവം നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ മിഡീവൽ കാലഘട്ടം, അതായത് ഈ പറയുന്ന ഒരു 14-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെയുള്ള സമയത്ത് ഈ പറയുന്ന യൂറോപ്പിലൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു രീതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്നാലും ഒന്ന് അറിഞ്ഞു വെച്ചു. ഈ ഫ്യൂഡലിസത്തിനെ മാറ്റിക്കൊണ്ട്, ഫ്യൂഡലിസത്തിനകത്ത് മനുഷ്യന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു.
അപ്പോൾ ഈ ഫ്യൂഡലിസത്തിൻ്റെ ഈ ഒരു രീതിയൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാ ഫീൽഡിലും എവിടെയൊക്കെ ആർട്ടിസ്റ്റിക്കും കൾച്ചറലും ഇൻ്റലക്ച്വലുമായ ഒരു പുനർജന്മം, ഒരു റീബർത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. എപ്പോൾ? 1400 എന്ന് പറയുന്ന വർഷം. ഇപ്പോൾ വർഷം 2025. അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് 1400 ആ കാലത്തിൽ എവിടെ? ഇറ്റലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥ ആരംഭിക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എവിടെയാണ് ഇറ്റലി എന്നാണ്. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടല്ലോ, നമുക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും നമുക്കറിയില്ല ബാക്കിയുള്ളവർക്ക്. അപ്പം ഞാൻ പറയാൻ പോവുകയാണ്, ഇതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അതായത് ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്. കണ്ടോ? ഇന്ത്യയിൽ ഇവിടെ രാജസ്ഥാനിൽ നിന്ന് നമ്മളിങ്ങനെ പോവുകയാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, തുർക്കി വഴി നമ്മൾ ചെന്നതേ എത്തുന്നു ഇറ്റലിയിൽ. കണ്ടോ? ഇതാണ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യം. ഓക്കെ, ഇന്നത്തെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യമാണ് ഈ കാണുന്നത്, ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ കാണുന്നത്. അതായത് ഇവിടെ മൊത്തമായിട്ടാണ് എന്ത് കാണുന്നത്? നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റ് കാണുന്നത്. ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയൊക്കെ അടങ്ങുന്ന യൂറോപ്പ് എന്ന് പറയുന്ന ഭാഗം ഇത്രയുമാണ്. ഈ യൂറോപ്പിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റലി എന്ന് പറയുന്നത്. ഈ ഇറ്റലിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ പേരാണ് റോം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, റോം. അപ്പോൾ ഈ റോം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് റോമാ സാമ്രാജ്യം, അല്ലെ? റോമൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ. ഇനി ഇറ്റലി എവിടെയാണ് കിടക്കുന്നത്? നമ്മളൊരു കടൽ ഇവിടെ കാണുകയാണ്, അല്ലെ? എന്താണ് ഈ കടലിൻ്റെ പേര്? മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന യൂറോപ്പിൻ്റെ ഏറ്റവും താഴെയായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം എന്ന് പറയുന്നത്. ഈ റോം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടെ വരും, അല്ലെ? വത്തിക്കാൻ സിറ്റി, നമ്മുടെ പോപ്പ്, അല്ലെ? ക്രിസ്ത്യൻ മതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളായിട്ടുള്ള പോപ്പ് ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ മതത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണെന്നും നമുക്കൊരു ഐഡിയ കിട്ടും. ഇത്രയൊക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കോ, നമ്മൾ പണ്ട് കഥ പറയാൻ പോവുകയാണ്, അല്ലേ? പണ്ട് അതായത് ഏതാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാര്യം നോക്കണം. ഇപ്പോഴത്തെ വർഷം ഏതാ? 2025. നമ്മൾ ഇവിടുന്ന് കുറച്ച് പോയിട്ട് 1 എന്ന് പറയുന്ന വർഷത്തിലെത്തുകയാണ്. എവിടെ എത്തുകയാണ്? 1 എന്ന് പറയുന്ന വർഷത്തിലെത്തുകയാണ്. ഈ 1 എന്ന് പറയുന്ന വർഷം തൊട്ട് ഇങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ വിളിക്കുന്ന പേര് CE അഥവാ കോമൺ എറ എന്നാണ്. 1, 2, 3, 4, അതായത് 1 CE, 2 CE, 3 CE, 4 CE, 100, 200, 1000, 2000, 3000, അങ്ങനെ ഇപ്പോൾ ഏതാണ്? 2025 CE ആണ് കോമൺ എറ. ഇതിന് മുന്നോട്ട്, അതായത് CEക്ക് മുമ്പുള്ളതാണ് എന്താണ്? BCE, ബിഫോർ കോമൺ എറ. ഈ ബിഫോർ കോമൺ എറ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1, 2, 3, 4 ഇത് അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അങ്ങനെ 8, 9, 10 എന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ നോക്കിയോ, ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ എന്തുണ്ട്? റോമുണ്ട്. അപ്പോൾ റോം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരണം? ഇവിടെയാണ് റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അതായത് ഏതാണ്ട് 7-ാം നൂറ്റാണ്ട് 7 BCE തൊട്ട് 5 CE വരെയുള്ള സമയം, അതായത് 7 BCE തൊട്ട് 5 CE വരെയുള്ള സമയം ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ആരാണ്? റോമാ സാമ്രാജ്യം അഥവാ റോമൻ സിവിലൈസേഷൻ ആണ്. ഏത് സിവിലൈസേഷനാണ്? റോമൻ സിവിലൈസേഷൻ ആണ്. ഈ റോമൻ സിവിലൈസേഷൻ എന്നാൽ കുറച്ച് മുമ്പായിട്ട് തൊട്ടിപ്പുറത്ത് വേറൊരു സ്ഥലം കാണുന്നുണ്ടല്ലോ, ഗ്രീസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരും? നമുക്ക് ഗ്രീക്ക് സിവിലൈസേഷൻ ഓർമ്മ വരും. അതായത് 12 തൊട്ട് 4 വരെ എന്തുവാടാ? 12, ഇവിടെ 11, 12 കേട്ടോ. ഈ 12 തൊട്ട് ഈ 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ് ഗ്രീക്ക് സിവിലൈസേഷൻ. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ യൂറോപ്പിലുണ്ടായിരുന്ന 2 മഹത്തായ സിവിലൈസേഷനാണ് റോമൻ സിവിലൈസേഷനും ഗ്രീക്ക് സിവിലൈസേഷനും. ഈ റോമൻ സിവിലൈസേഷനും ഗ്രീക്ക് സിവിലൈസേഷനും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന എൻ്റയർ യൂറോപ്പ്. അതിൽ പ്രധാനമായിട്ടും ഇറ്റലി. ഓക്കെ, അപ്പോൾ ഇറ്റലിയിൽ 2 പ്രധാനപ്പെട്ട സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. റോമൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഗ്രീക്ക് സിവിലൈസേഷൻ. അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഗ്രീക്ക് സിവിലൈസേഷൻ, പിന്നെ വരുന്ന എന്തുവാണ്? റോമൻ സിവിലൈസേഷൻ. ഇത്രയും ഓക്കെയാണോ? കഥ കേട്ട് പേടിക്കേണ്ട, ഇതെല്ലാം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പോയിന്റുകളാണെന്ന് ഓർത്തോളണം. ഞാൻ ചുമ്മാ ഇത് പറയുന്നത് വെറുതെ കഥ അടിക്കുന്നതല്ല. അപ്പോൾ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇറ്റലി തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന 2 മഹത്തായ സിവിലൈസേഷനാണ് ഏതൊക്കെ? ഗ്രീക്ക് സിവിലൈസേഷനും റോമൻ സിവിലൈസേഷനും. ഇത്രയും പോയിട്ട് നമുക്ക് ഓക്കെ ആണല്ലോ. ഏത് സിവിലൈസേഷൻ? ഗ്രീക്ക് സിവിലൈസേഷൻ, റോമൻ സിവിലൈസേഷൻ. ഇനി ഈ പറയുന്ന റോമൻ സിവിലൈസേഷൻ ഉണ്ടല്ലോ, ഈ പറയുന്ന എന്തുവാണ്? റോമൻ സിവിലൈസേഷൻ. ഈ പറയുന്ന റോമൻ സിവിലൈസേഷൻ്റെ പ്രധാന മതം എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ക്രിസ്തു മതത്തിലായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. അതായത് ഈ പറയുന്ന റോമൻ സാമ്രാജ്യം ഇത്രയും ഇങ്ങനെ പടർന്നു കിടക്കുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത് 2ആയിട്ട്
സ്പ്ലിറ്റ് ആകും. വലതുവശത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ഉണ്ടാകുന്നതാണ് ഈസ്റ്റേൺ റോമൻ സിവിലൈസേഷൻ. ഇവിടെ ഉണ്ടായിരുന്നതാണ് വെസ്റ്റേൺ റോമൻ സിവിലൈസേഷൻ. ആ ഓർത്തിലേലും കുഴപ്പമില്ല, അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈസ്റ്റേൺ റോമൻ സിവിലൈസേഷൻ ഉണ്ട്, വെസ്റ്റേൺ റോമൻ സിവിലൈസേഷൻ ഉണ്ട്. ഈ രണ്ട് സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്നത് ഏതാണ്? ക്രിസ്ത്യാനിറ്റിയാണ്. എന്താണ്? ക്രിസ്ത്യാനിറ്റിയാണ്. ഇനി നോക്കിക്കോ. അപ്പോൾ രണ്ട് മഹത്തായ സിവിലൈസേഷനാണ്, സമ്പന്നരായ സിവിലൈസേഷനാണ്. അവരുടെ പ്രധാന മതം ഏതാണ്? ക്രിസ്ത്യാനിറ്റിയാണ്. ഇനി ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം മതമാണ്, അല്ലെ? ഇസ്ലാം മതത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ മുസ്ലിംസ് ഉണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഇവിടെ മുസ്ലിംസ് ഉണ്ട്. ഈ രണ്ട് മതക്കാർക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇവിടെയായിട്ട് കാണുന്ന ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം. എവിടെയാണ്? ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ആർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്? ക്രിസ്തു മതക്കാരുടെയും ഇസ്ലാം മതക്കാരുടെയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കൂട്ടരും എന്ത് ചെയ്യാണ്? എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് തൊട്ട് 13-ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്തിൽ ഇവർ 8ഓളം യുദ്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഈ സ്ഥലത്തിന് വേണ്ടി നടത്തുന്നുണ്ട്. ഈ യുദ്ധത്തിനെയാണ് നമ്മൾ കുരിശ് യുദ്ധം അല്ലെങ്കിൽ ക്രൂസൈഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ക്രൂസൈഡ് എന്ന് പറയുന്നു. ഓക്കെ, കുരിശ് യുദ്ധം അല്ലെങ്കിൽ ക്രൂസൈഡ്. ആരൊക്കെ തമ്മിൽ നടക്കുന്നു? യൂറോപ്പും ഈ പറയുന്ന ഇസ്ലാം രാഷ്ട്രത്തിലുള്ളവരും കൂടിയിട്ട് ജെറുസലേമിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ് എന്ത്? ക്രൂസൈഡ് എന്ന് പറയുന്നു. ഇത് 13-ാം നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു? അവസാനിച്ചു. 13-ാം നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു? അവസാനിച്ചു. അതുകൊണ്ടൊരു ഗുണമുണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമൊക്കെ തീർന്നു. ഇപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, യുദ്ധമൊന്നുമില്ല. ഇവരെന്ത് ചെയ്യാണ്? ആ ക്രൂസൈഡൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏഷ്യൻ ഭാഗം, ഇതൊക്കെ ഏഷ്യയുടെ ഭാഗമല്ലേ, ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഭാഗവും തമ്മിൽ എന്ത് ഫ്ലറിഷ് ചെയ്തു? ട്രേഡ് ഫ്ലറിഷ് ചെയ്തു. എന്ത് ഫ്ലറിഷ് ചെയ്തു? ട്രേഡ്. പരസ്പരം ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ നിന്നാണ് കളി തുടങ്ങുന്നത്, അവിടെ നിന്നാണ് സംഭവം തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഓക്കെ ആണല്ലോ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇറ്റലി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, റോമൻ സിവിലൈസേഷൻ. റോമൻ സിവിലൈസേഷൻ എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട മതം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ആ ക്രിസ്ത്യൻ മതക്കാരും തൊട്ടിപ്പുറത്തുണ്ട് ഇസ്ലാം മതക്കാരും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ പേരാണ് ക്രൂസൈഡ് അല്ലെങ്കിൽ കുരിശുയുദ്ധം. കുരിശുയുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കുരിശുയുദ്ധമൊക്കെ അവസാനിച്ചു. പക്ഷേ ആ സമയം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആൾക്കാർ തമ്മിൽ ഈ രണ്ട് സിവിലൈസേഷൻ തമ്മിലൊരു ബന്ധമുണ്ടായി, ഒരു കണക്ഷൻ ഉണ്ടായി, പരിചയമുണ്ടായി. ആ പരിചയത്തിന് ഫലമായിട്ട് അവരുടെ ട്രേഡ് എന്ത് ചെയ്തു? വികസിച്ചു. അപ്പോൾ നോക്കുക, ഇവിടെ എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? റോമൻ സിവിലൈസേഷനാണ്, അല്ലേ? റോമൻ സിവിലൈസേഷനാണ്. അപ്പോൾ ഈ റോമൻ സിവിലൈസേഷൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തകരാനായിട്ട് തുടങ്ങി. എന്താ ചെയ്യാൻ തുടങ്ങി? തകരാനായിട്ട് തുടങ്ങി. അതായത് ഈ പറയുന്ന റോമൻ സിവിലൈസേഷൻ ഒരു രാജാവിൻ്റെ കീഴിൽ നിന്നുള്ളത് മാറിയിട്ട് കുറേ നാട്ടുരാജ്യങ്ങളായിട്ട് മാറി എന്ന് വിചാരിക്കും. എന്തായിട്ട് മാറി? കുറേ നാട്ടുരാജ്യങ്ങളായിട്ട് മാറി. ഈ നാട്ടുരാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സംഭവത്തിൻ്റെ പേരാണ് ഫ്യൂഡലിസം. എന്താണ്? ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന് വെച്ചാൽ മാടമ്പി പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല. കുറേ ലാൻഡുണ്ട്, ഈ ലാൻഡിനൊക്കെ ഒരു ഓണറുണ്ട്. നമ്മളിവിടെ മാടമ്പി എന്നൊക്കെയാണ് പറയുന്നത്, അല്ല അതുപോലെ അവിടെ ഉണ്ടായിരുന്ന പരിപാടിയാണ് ഫ്യൂഡലിസം. അതായത് കുറേ ലാൻഡ് ഒരാളുടെ സ്വന്തം. അയാൾ അവിടെ എന്ത് ചെയ്യുന്നു? ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നു. കൃഷി ചെയ്തിട്ട് അവർ ടാക്സ് കളക്ട് ചെയ്ത് ഇയാൾ എന്ത് ചെയ്യുന്നു? കോടീശ്വരനായിട്ട്, കാശുകാരനായിട്ട് മാറുന്നു. ഈ ഒരു രീതിയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ശ്രദ്ധിച്ച് കേട്ടോണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മതം എന്തായിരുന്നു? ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ക്രിസ്ത്യൻ മതത്തിനകത്ത് ഈ പറയുന്ന ഫ്യൂഡൽ മാടമ്പിമാർ ഇടപെടാൻ തുടങ്ങി. അതായത് ക്രിസ്ത്യൻ മതം കൊടികൊണ്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന സമയത്ത് അവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന അതുപോലെ കലാകാരന്മാർ, പടം വരയ്ക്കുന്ന ആൾക്കാർ, എഴുത്തുകാർ, ഇവരെല്ലാവരും എന്താണ്? ഈ പറയുന്ന ബൈബിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദൈവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മാലാഖമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും എഴുതുകയും മാത്രമേ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ മനുഷ്യജീവന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ എല്ലായിടത്തും ദൈവികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫ്യൂഡൽ മാടമ്പിമാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രിസ്ത്യൻ പള്ളികളിലും അവരുടെ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവരുടെ തോന്നിവാസങ്ങൾ ഇവിടെ കാണിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഇറ്റലിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അല്ലേ? മതത്തിൻ്റെ പേരിൽ അവർ യുദ്ധമൊക്കെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടല്ലേ, മതമാണ് ഇമ്പോർട്ടൻറ്റ്, ജെറുസലേം കിട്ടിയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? ആൾക്കാരെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആവശ്യമില്ലാത്ത യുദ്ധമൊക്കെ ചെയ്ത് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് കുരിശുദ്ധമൊക്കെ അവസാനിച്ചു. എന്ത് സ്റ്റാർട്ട് ചെയ്തു? ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയാണ് ഇമ്പോർട്ടൻസ്, ഇനിയാണ് ആരുടെ റോൾ വരാൻ പോകുന്നത്? ഇറ്റലിയുടെ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത് ഇനിയാണ്. നോക്കിക്കോളണം, ഈ ഫുൾ ചാപ്റ്ററിന് വേണ്ട കഥ ആയതുകൊണ്ടാണ് കുറച്ചധികം വലിച്ചു നീട്ടി പറയുന്നത്, വേറൊന്നും വിചാരിക്കരുത്. നോക്കിക്കോ, ഇത്രയും കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ 5 പേജ് നിങ്ങൾ മനഃപ്പാടമാക്കി പഠിച്ചിരിക്കും, ഉറപ്പാണ്. ശ്രദ്ധിച്ചോ.
അപ്പോഴാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? ഇറ്റലിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നോക്കടാ, കടൽ മാർഗം ഈ പറയുന്ന ഇവിടെ നിന്ന് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ചരക്കുകൾ എത്താൻ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇവിടെ താഴെ കാണുന്ന യൂറോപ്പാണ്, ആഫ്രിക്കയാണ്. ഈ ആഫ്രിക്കയിൽ നിന്നും ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണ്, ഇറ്റലിയാണ്. ഇത് തൊട്ടിപ്പുറത്ത് ഇവിടെയാണ് ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്നത്. കേട്ട് പേടിക്കേണ്ട, അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും മെഡിറ്ററേനിയൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഇതാണ്. ഇവിടുന്നും ഈ പറയുന്ന സാധനങ്ങൾ എത്തിക്കുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്. മാത്രമല്ല ഈ തുർക്കി വഴി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഈസ്റ്റേൺ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ട്രേഡ്, ഇവിടെ ഉള്ള കരവഴിയുള്ള ട്രേഡും കൺട്രോൾ ചെയ്ത ആരാണ്? ഇറ്റലിയാണ്. അപ്പോൾ നോക്കടാ, യൂറോപ്പ് എന്ന് പറയുന്ന വലിയ രാജ്യത്തിലോട്ട് എന്ത് സാധനം ഏഷ്യയിൽ നിന്നായിക്കോട്ടെ, ആഫ്രിക്കയിൽ നിന്നായിക്കോട്ടെ, അറ്റ്ലാന്റിക്കിൽ നിന്നായിക്കോട്ടെ വരുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ എത്തുന്നത് ഏതുവഴിയാണ്? ഇറ്റലി വഴിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്യൂഡലിസം നടത്തിക്കൊണ്ടിരുന്ന അവന്മാരെല്ലാം പ്രധാനമായിട്ടും കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് ചെയ്തത്? ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ട്രേഡ് പരമായി, അതായത് എന്താണ്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് കാശുണ്ടാക്കാമെന്ന് ആര് മനസ്സിലാക്കുന്നു? ഇറ്റലിക്കാർ മനസ്സിലാക്കുന്നു. അതായത് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ദുബായ് ആലോചിച്ചാൽ മതി. ദുബായ് എന്ന് പറയുന്ന വലിയ സിറ്റിയാണ് അല്ലേ? പക്ഷേ ദുബായിക്ക് സ്വന്തമായിട്ട് പെട്രോളിയമോ ഒന്നുമില്ല. പക്ഷേ ദുബായ് പിന്നെ എന്തുകൊണ്ടാണ് വലിയ സിറ്റി ആയത്? അവരുടെ പോർട്ട് അല്ലെ, അവരുടെ ഈ പറയുന്ന തുറമുഖം വഴിയാണ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴുള്ള ടാക്സ്, അവിടെയുള്ള കടകൾ, ഇതൊക്കെ നടത്തിയാണ് ദുബായ് ഇത്ര റിച്ച് ആയത്. അതുപോലെ ഇറ്റലി എന്ത് ചെയ്യുന്നു? റിച്ചായിട്ട് മാറുന്നു. ഇറ്റലി എന്തായിട്ട് മാറുന്നു? റിച്ചായിട്ട് മാറുന്നു. അതായത് ഈ പറയുന്ന ഫ്യൂഡലിസത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇറ്റലിയിൽ ട്രേഡുമായി ബന്ധപ്പെട്ട് കുറേ സിറ്റികൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെട്ട് വരുന്നു. കുറേ എന്ത് രൂപപ്പെട്ട് വരുന്നു? സിറ്റികൾ രൂപപ്പെട്ട് വരുന്നു. എന്ത് രൂപപ്പെട്ട് വരുന്നു? സിറ്റികൾ രൂപപ്പെട്ട് വരുന്നു. ഇതാ നോക്കിക്കോ. അങ്ങനെ ഇറ്റലി രൂപപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട സിറ്റികളാണ്. ഇതാ കണ്ടോ, നേപ്പിൾസ്, റോം, പിസ, പാർമ, മിലാൻ, വെനീസ്, ബൊളോണ, ജനോവ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കുറേ സിറ്റികൾ രൂപപ്പെട്ട് വന്നു. ഈ സിറ്റികളിൽ കാശുള്ള കുറേ കുടുംബക്കാരും എന്ത് ചെയ്യുന്നു? വരുന്നു. ഇത്രയൊക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഇറ്റലിയിലാണ് എന്ത്? നമ്മുടെ ട്രേഡിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ഇറ്റലിയുടെ ലൊക്കേഷൻ കാരണം ട്രേഡ് എന്ന് പറയുന്നത് യൂറോപ്പിൽ ഇറ്റലി വഴിയേ നടക്കുകയുള്ളൂ. അങ്ങനെ ഇറ്റലിയിലൂടെ ട്രേഡ് നടന്നു. ഇറ്റലിയിലുള്ള കുറേ സമ്പന്ന കുടുംബങ്ങൾ വന്നു. സമ്പന്ന കുടുംബങ്ങളും കുറേ സമ്പന്നരായിട്ടുള്ള സിറ്റികളും ഇവിടെ എന്ത് ചെയ്തു? ഇറ്റലിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇത്രയൊക്കെ ആണല്ലോ. ഇത്രയും സംഭവം സിമ്പിളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. എന്തുവാണ്? നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്ത് 2 സിവിലൈസേഷൻ ഉണ്ടായിരുന്നു അല്ലേ? യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്ത് 2 സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഗ്രീക്ക് സിവിലൈസേഷനും റോമൻ സിവിലൈസേഷനും. ഈ റോമൻ സിവിലൈസേഷൻ കുറേ കാലം കഴിയുമ്പോൾ തകരുന്നു. പക്ഷേ റോമൻ സിവിലൈസേഷൻ ഇരുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ക്രിസ്തു മതക്കാരും ഇസ്ലാം മതക്കാരും തമ്മിൽ എന്ത് നടക്കുന്നു? ക്രൂസൈഡ് എന്ന് പറയുന്ന കുരിശുയുദ്ധങ്ങൾ നടക്കുന്നു. കുരിശുയുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഏഷ്യയും യൂറോപ്പും തമ്മിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ട്രേഡ് ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു കഥ. ഇനി ഈ പറയുന്ന കുരിശുദ്ധമൊക്കെ അവസാനിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഈ റോമാ സാമ്രാജ്യം ഏതാണ്ട് തകരുന്നു. റോമാ സാമ്രാജ്യം തകരുമ്പോഴത്തേക്കും രാജാവിന് പകരം കുറേ ഫ്യൂഡലായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ രാജ്യത്തിന് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാക്കി ഭരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂഡലിസം. അപ്പോൾ ഫ്യൂഡലിസം ഒരിടത്ത് നടക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ട്രേഡ് ഡെവലപ്പ് ആവുന്നു. അപ്പോൾ ഈ ട്രേഡിലൂടെ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റലിയിൽ കൃഷിയല്ലാതെ ട്രേഡിലൂടെ കുറേ കുടുംബക്കാർ വരുന്നു. ആ കുടുംബക്കാർ അവിടെയുള്ള കുറേ സിറ്റികൾ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പറയുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സിറ്റികളെക്കാളൊക്കെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കാശ് വാരി ഇറക്കാൻ കഴിവുള്ള കാശുകാരായ കുടുംബങ്ങളും സിറ്റികളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റലി മാറുന്നു. ഇറ്റലി എന്ത് ചെയ്യുന്നു? മാറുന്നു. ഇനി സിമ്പിൾ കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ കാശ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറ. നിങ്ങളുടെ കയ്യിൽ കാശ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നല്ലൊരു കാറ് വാങ്ങും, വീട് വയ്ക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന കുടുംബക്കാർ എന്ത് ചെയ്തു? അവരാദ്യം അവരുടെ വീടുകളൊക്കെ എന്ത് ചെയ്തു? അടിപൊളിയാക്കി. അപ്പോൾ വീടുകൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? ആർട്ടിസ്റ്റുമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശില്പങ്ങൾ നിർമ്മിക്കുന്ന, സ്കൾപ്ചർ ഉണ്ടാക്കുന്ന ശില്പകാരന്മാരിവിടെ കൊണ്ടുവന്നു. അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വിദേശത്ത് നിന്നുള്ളത് എങ്ങോട്ട് വരികയാണ്? ഇറ്റലിയിലേക്ക് വരികയാണ്. നല്ല കലയിലും സാഹിത്യത്തിലും ഒക്കെ പാണ്ഡിത്യമുള്ള ഒരുപാട് പേര് എങ്ങോട്ട് വരികയാണ്? ഇറ്റലിയിലോട്ട് വരികയാണ്. അപ്പോൾ അവരാദ്യം വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ, വീടൊക്കെ അടിപൊളിയാക്കിയാൽ പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത്? അല്ലെ, നമ്മുടെ നാട്ടിൽ പുത്തമണക്കാരന്മാർ എന്ത് ചെയ്യും? ആ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് കാശും കൊണ്ട് വരുന്നവർ എന്ത് ചെയ്യും? ആദ്യം വീടൊക്കെ സൂപ്പറാക്കും, കാറൊക്കെ എടുക്കും. പിന്നെ എന്താണ്? പിന്നെ നാട്ടുകാരെ നന്നാക്കലാണ് അല്ലേ? നാട്ടിലുള്ള അമ്പലങ്ങൾ, പള്ളികൾ, ഈ പറയുന്ന ലൈബ്രറികളൊക്കെ എന്ത് ചെയ്യും? ഇവർ കാശ് മുടക്കി ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഈ ഫാമിലീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? അവരും കാശ് മുടക്കി ഈ പറയുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? രാജ്യത്തിന് സിറ്റിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ റെനൈസൻസ് പറയുമ്പോൾ തന്നെ എന്താണ്, ആർട്ടിസ്റ്റിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും സയൻസിലും ഒക്കെ ഉണ്ടായ മാറ്റമല്ലേ. അങ്ങനെ ഈ പറഞ്ഞ കഴിവുള്ള എഞ്ചിനീയർമാരെയും അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇറ്റലി സെറ്റായിക്കൊണ്ടിരുന്നു. ഇറ്റലി ഒരു വശത്ത് സെറ്റായിക്കൊണ്ടിരുന്നപ്പോൾ ആർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ പറയുന്ന ഫ്യൂഡലിസത്തിൻ്റെ മാടമ്പിമാർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പണിയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട പണികളാണ് ഉമ്മാർക്ക് കിട്ടുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്ലേഗ് എന്ന് പറയുന്ന അസുഖം. ഓക്കെ, എന്താണ് പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം ഈ പറയുന്ന സ്ഥലങ്ങളിൽ പരക്കുന്നു. ഓക്കെ, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ് രോഗം പരന്ന് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ പറയുന്ന ഫ്യൂഡൽസ് മാടമ്പിമാരുടെ സിറ്റികളിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്തു, മരിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൃഷി ഇല്ലാതായി കഴിഞ്ഞാൽ ഫ്യൂഡലിസത്തിനുള്ള യവന്മാർക്ക് പിന്നെ വല്ല കാശുകൊണ്ടോ ഇല്ല. കൃഷി നശിക്കുന്നു, യവന്മാരെ കയ്യിൽ കാശില്ലാതാവുന്നു. കാശില്ലാതാവുമ്പോൾ എന്ത് പറ്റുന്നു, അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ട് വീണ്ടും വരാൻ തുടങ്ങി, ഇറ്റാലിയൻ സിറ്റികളിലോട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി. എങ്ങോട്ട് വരാൻ തുടങ്ങി, ഇറ്റാലിയൻ സിറ്റികളിലോട്ട് കുടിയേറാൻ തുടങ്ങി. അങ്ങനെ ഇറ്റലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കഴിവുള്ള കാശുള്ള ആൾക്കാരെ കൊണ്ട് അങ്ങ് നിറയുകയാണ്. ഇറ്റലി എന്ത് ചെയ്യാണ്, കഴിവും കാശുള്ള ആൾക്കാരെ കൊണ്ട് നിറയുകയാണ്. ഇവന്മാർ ഈ ഫ്യൂഡലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ പറയുന്ന ഭരണത്തിന് പൊറുതിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണെങ്കിലോ നിറച്ച് കാശുള്ള കുറേ ആൾക്കാർ, അവരാണെങ്കിൽ പൈസ അങ്ങോട്ട് വാരി ഇറക്കുകയാണ് അല്ലേ. പൈസ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വാരി ഇറക്കുകയാണ്, അടിച്ച് പൊളിച്ച് ലാവിഷായിട്ട് ഇറക്കുകയാണ്. പൈസയ്ക്കൊന്നും ഒരു പഞ്ഞുമില്ല, കാരണം ട്രേഡിൽ കൂടി കിട്ടുന്ന കാശാണ് അല്ലേ. ഈ പറയുന്ന ലൊക്കേഷൻ അവർക്ക് കിട്ടിയത് അവരുടെ ഭാഗ്യമാണ് അല്ലേ. അതുകൊണ്ട് എന്ത് ട്രേഡും ഇറ്റലി വഴി നടക്കുകയുള്ളൂ. അപ്പോൾ ഇവർക്ക് പൈസ കിട്ടിയിരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്തു, കാശ് വാരി ഇറക്കാൻ തുടങ്ങി. ഇനി ഫ്യൂഡലിസത്തിൻ്റെ അവസാനവുമാരെ കഷ്ടകാലത്തിന് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന രാജ്യത്തിനെ ഈ തുർക്കികൾ എന്ത് ചെയ്യുന്നു, പിടിച്ചടക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചടക്കുന്നു, തുർക്കികൾ പിടിച്ചടക്കുന്നു. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ കുറേ പണ്ഡിതരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ഈ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് തുർക്കികൾ പിടിച്ചടക്കിയല്ലോ, പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവന്മാർ എങ്ങോട്ട് ഓടി, നേരെ ഇറ്റലി റോമിലോട്ട് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ നല്ല അറിവും വിവരവും കഴിവുമുള്ള ആൾക്കാരെ കൊണ്ട് ഇറ്റലി അങ്ങോട്ട് നിറഞ്ഞു. ഇവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, റിനൈസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിവും അറിവും വിവരമുള്ളവന്മാർ ചുറ്റും കൂടിയാൽ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇവരുടെ അറിവ് അല്ലെ, നിങ്ങൾ കുറേ ബുദ്ധിയുള്ളവന്മാർ കൂടുമ്പോൾ എന്ത് പറ്റും, അവർ തമ്മിൽ സംസാരിക്കും, അറിവുകൾ പങ്കിടും. അവർ പറയും എന്താണ്, നമ്മൾ ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ആളായിരുന്നു, നമ്മൾ അത്രയും മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ആൾക്കാരായിട്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഫ്യൂഡലിസ്റ്റ് മാടമ്യമാർ പറയണമെങ്കിൽ കേട്ട് ഇവന്മാരെ അടിയാളന്മാരായിട്ട് നമ്മളിവിടെ കഴിയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. മാത്രമല്ല ഈ പറയുന്ന ഇവന്മാർ ഈ മതത്തിനകത്ത് കയറി പള്ളികളിൽ കയറി അവന്മാർക്ക് തോന്നിവാസം നടത്തണം. അതായത് അന്നത്തെ ഈ പറയുന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒരു രീതി ഉണ്ടായിരുന്നു, നമ്മൾ ഈ പറയുന്ന തെറ്റുകൾ നമുക്ക് എന്ത് തെറ്റുവാണോ ചെയ്യാം, നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് ഒരു നിശ്ചിത തുക പള്ളിയിലടച്ച് ഒരു പത്രം വാങ്ങിച്ചാൽ നമ്മുടെ തെറ്റുകളൊക്കെ ദൈവം പൊറുക്കും എന്നാണ് അവിടെ ഉള്ളവരന്ന് പറഞ്ഞുണ്ടാക്കിയത്. ഈ പറയുന്ന ഫ്യൂഡലിസ്റ്റ് മാടമ്യമാർ അവന്മാർക്ക് തോന്നിവാസം കാണിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനിഷ്ടമുള്ളൊരു എമൗണ്ടിൽ ഒരു പൈസയ്ക്കുള്ള പത്രം വായിച്ച് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ടത്. ആ പത്രം വായിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാപമൊക്കെ കഴുകി കളയാൻ പറ്റും. എന്നിട്ട് അപ്പോൾ അങ്ങനെ തോന്നിവാസം ആൾക്കാർക്ക് പൊറുതിമുട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിയാവില്ല, ഈ പോക്ക് ശരിയാവില്ല. മാത്രമല്ല ഇവിടെയുള്ള ഈ റിച്ച് ഫാമിലീസ് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം. നമ്മൾ പെട്ടെന്ന് കുറേ കാശുകാരനായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്താ വേണ്ടത്, നാട്ടുകാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ബഹുമാനിക്കണം. നാട്ടുകാർ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ബഹുമാനിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ബഹുമാനിക്കേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മുതുമുത്തച്ഛൻ്റെ മുത്തച്ഛൻ രാജാവായിരുന്നു, മുത്തച്ഛൻ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു അല്ലേ. ആ രാജാവിൻ്റെ പട്ടും വളയും കിട്ടിയ കുടുംബക്കാരാണ് നമ്മൾ അല്ലേ. നമ്മുടെ ഏത് പുണ്യാളം വന്ന് ഡയറക്റ്റായിട്ട് മതം മാറ്റി ക്രിസ്ത്യാനികളാണ് നമ്മൾ മുസ്ലിം, നമ്മളെന്താണ് നമ്മുടെ അറബിയിലെ മറ്റേ ഷെയ്ഖിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊങ്ങച്ചം പറയും. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ ഫാമിലീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ പാരമ്പര്യം ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഇറ്റലിയിൽ നിന്നൊക്കെ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പണ്ഡിതന്മാരുടെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന പഴയ ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിൽ എഴുതിയ കൃതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഞങ്ങളൊക്കെ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, പഴയ സാഹിത്യങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അറിയാലോ ഈ പറയുന്ന ക്രിസ്ത്യൻ മതം വന്ന് ഈ മതത്തിന് ഇമ്പോർട്ടൻസ് വരുന്നതിന് മുമ്പ് വരെ മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പഴയ ഗ്രന്ഥങ്ങൾ ഇവർ വായിച്ചു, പഴയ ലാറ്റിൻ ഭാഷയിലുണ്ടായിരുന്നത് ഇവരെന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് അവർക്ക് മനസ്സിലാവുന്ന ഇറ്റാലിയൻ ഭാഷയിലോട്ടൊക്കെ ആക്കി കൊടുത്തു. ആൾക്കാർക്കിടയിൽ അറിവും വായനയൊക്കെ വരുന്നു. അങ്ങനെ ഇവർക്ക് ഒരു ശാസ്ത്രബോധം വരുന്നു, ഒരു നീതിബോധം വരുന്നു. അങ്ങനെ അറിവിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ഇവിടെ ഉണ്ടാകുന്നു. അറിവുള്ള ആൾക്കാർ പറയുന്നു ശരിയാവൂല, മാലാഖമാരും പുണ്യാളന്മാരും അല്ല, മനുഷ്യരാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. അങ്ങനെ മനുഷ്യൻ ഇമ്പോർട്ടൻ്റായി വന്നതിനെയാണ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹ്യൂമനിസം എന്ന് പറയുന്നത്
ഇത്രയാണ് ഈ ആദ്യത്തെ 5 പേജിൽ നിങ്ങളെടുത്ത് പറയുന്ന കാര്യങ്ങൾ. ഈ 5 പേജിലും ഇത്രയേ പറയുന്നുള്ളൂ. ഈ പറഞ്ഞ കഥയാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാമല്ലോ. നോക്കിക്കോ. റിനൈസൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമനിസത്തിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, റിനൈസൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ചോദിക്കാം. എന്താണ്? ഒന്ന്, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, ദൈവങ്ങളും ദേവതകളും അല്ല, മനുഷ്യരാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു ഹ്യൂമനിസം. ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗരജീവിതം ആരംഭിച്ചു അല്ലെ, ഇറ്റാലിയൻ നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തു, നഗരജീവിതം ആരംഭിച്ചു. പ്രോഗ്രസ് ഓഫ് ട്രേഡ് അല്ലെ, ക്രൂസൈഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ ട്രേഡ് ഡെവലപ്പ് ചെയ്തു. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് അല്ലെ, എന്താണ്, നേഷനകത്ത് തന്നെ പല പല ഇമ്പോർട്ടൻറ്റ് സിറ്റികൾ സ്റ്റേറ്റുകളായിട്ട് മാറുന്നു. ഇൻഡിവിജ്വൽ ലിബർട്ടി അല്ലെ, വ്യക്തികൾക്ക് ഫ്രീഡം കിട്ടുന്നു. റാഷണലിസം അല്ലെ, അവരെന്താണ്, എല്ലാത്തിനും കാരണം ചോദിച്ചു അല്ലെ, ചുമ്മാ അതൊന്നുമല്ല. അതായത് എന്ത് പാപം ചെയ്താലും ദൈവം ഒരു പത്രം വായിച്ചോ മാറ്റിക്കളയെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലേ? ആ രീതിക്ക് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. സെക്കുലർ വാല്യൂസ് സ്പ്രെഡായി അല്ലേ, മതം മാത്രമല്ല, മതങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലും അതിനേക്കാളും ഒരു മനുഷ്യരാണ്, എല്ലാ മതങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ സെക്കുലാരിസം വന്നു. മോണിറ്ററി എക്കോണമി വന്നു. അതായത് ഫ്യൂഡലിസത്തിൽ ഞാൻ പറഞ്ഞു ആൾക്കാരൊക്കെ കൃഷിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ കൃഷി മാറ്റിക്കൊണ്ട് ഈ പറയുന്ന പൈസയിലുള്ള വിനിമയ രീതി വരുന്നു. അതായത് നമ്മൾ ട്രേഡിലൂടെ പുതിയൊരു രീതി ഈ പറയുന്ന ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജ് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ, പഴയ ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്തു, കൃതികളൊക്കെ അവർക്ക് മനസ്സിലാവുന്ന എന്താണ് ലാറ്റിനിൽ നിന്ന് ഇറ്റാലിയൻ ഭാഷയിലോട്ട് മാറ്റിയപ്പോൾ ആൾക്കാർക്ക് വായനാശീലം വന്നു, അതിലൂടെ അറിവ് വന്നു. ചേഞ്ചസ് ഇൻ ദ റിയലം ഓഫ് ആർട്ട് ആൻഡ് സയൻസ് അല്ലെ, ആർട്ടിലും സയൻസിലും നമ്മൾ ആദ്യം മോടി പിടിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും പല രാജ്യത്തു നിന്നുള്ള കലാകാരന്മാർ ഇവിടെ വന്നു. കലയും ശാസ്ത്രമൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഐസക് ന്യൂട്ടനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, അറിവിന് കൊടുത്തു. അതായത് കാശുള്ള കുടുംബക്കാർ എന്ത് ചെയ്തു, പല പല സിറ്റികൾ ഉണ്ടാക്കിയപ്പോൾ അവരവിടെയുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളിരുന്ന് വായിച്ച് മനസ്സിലാക്കി പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ഫണ്ടിങ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നപ്പോഴാണ് എന്തുണ്ടായത്, റിനൈസൻസ് ഉണ്ടായത്. ഈ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വയ്ക്കണോ? ഈ പറയുന്ന വാക്കുകൾ ഒരു 2 തവണ വായിച്ചു നോക്കി ഇരിക്കൂലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കിട്ടി, അർബൻ സിറ്റിയിലോട്ട് ആൾക്കാരെ അല്ലെ, ഫ്യൂഡലിസം കൃഷി എന്നൊക്കെ മാറി സിറ്റിയിലോട്ട് വന്നു, ട്രേഡ് പുരോഗമിച്ചു, മോണിറ്ററി എക്കോണമി വന്നു, പൈസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, ഈ റീജിയണൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, സെക്കുലർ വാല്യൂസ് വന്നു, റാഷണലിസം വന്നു, കലയും ശാസ്ത്രവും വളർന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ചാൽ വൈ റിനൈസൻസ് ഇൻ ഇറ്റലി, എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ വന്നത്? ഒന്ന്, ലൊക്കേഷൻ ആൻഡ് ദ ക്രൂസൈഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? അല്ല, ഇറ്റലി എവിടെയാണ്? മെഡിറ്ററേനിയൻ സീയുടെ നടുക്കായത് കൊണ്ട് തന്നെ എന്ത് പറ്റി, എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. ക്രൂസൈഡ് എന്താണ്, കുരിശുയുദ്ധങ്ങൾ നടന്നു, അതുവഴി ട്രേഡ് ഫ്ലറിഷായി. വെൽത്തി സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടായി അല്ലേ, സിറ്റീസ് ലൈക്ക് ഫ്ലോറൻസ്, വെനീസ്, മിലാൻ പോലെയുള്ള സിറ്റികൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്ത് വന്നു. അവർ ആർട്ടിനും സയൻസിനും എഡ്യൂക്കേഷനും ബാങ്കിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. പവർഫുള്ളായ ഫാമിലികൾ വന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്യുന്നു, വീഴുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള പുരോഹിതന്മാരായ ഗ്രീക്ക് സ്കോളേഴ്സ് ഇങ്ങോട്ട് വരുന്നു. മിഡീവൽ ഫ്യൂഡലിസം തകരുന്നു അല്ലെ, പ്ലേഗ് വരുന്നത് കൂടി ഫ്യൂഡലിസം തകരുന്നു. അങ്ങനെ ഇറ്റാലിയൻ സിറ്റികൾ എന്തായിട്ട് മാറുന്നു, ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളായിട്ട് മാറുന്നു. ഓരോ പോയിന്റും വിശദീകരിച്ച് നമുക്ക് നോക്കാം. ലൊക്കേഷൻ ആൻഡ് ക്രൂസൈഡ് അല്ലെ, ക്രൂസൈഡ് എന്ത് ചെയ്തു, ഹെൽപ്ഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഷെയർ ദെയർ കൾച്ചേഴ്സ് അല്ലെ. ഈസ്റ്റും വെസ്റ്റും എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക് രാജ്യങ്ങളായ ഏഷ്യയും യൂറോപ്പും തമ്മിൽ എന്ത് ചെയ്തു, പറയുന്ന കൾച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എക്സ്ചേഞ്ച് ചെയ്തു, ട്രേഡ് ആരംഭിച്ചു അല്ലെ. ഇറ്റാലിയൻ സിറ്റീസ് ലേൺഡ് അബൌട്ട് ദ ഈസ്റ്റേൺ വേൾഡ് ഡ്യൂറിങ് ദിസ് ടൈം. അങ്ങനെ എന്ത് ചെയ്തു, ഇറ്റാലിയൻ സിറ്റികളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ട്രേഡ് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാൻഡൻ എംപയർ ബോട്ട് ഗ്രേറ്റ് വെൽത്ത് ടു ഇറ്റലിയിലോട്ട് വെൽത്ത് കൊണ്ടുവന്നു. അങ്ങനെ മർച്ചൻറ്റുകൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ട്രേഡുകൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഇവിടുത്തെ മെഡിറ്ററേനിയൻ സീയിൽ. അങ്ങനെ ഇറ്റാലിയൻ മർച്ചൻറ്റ് മെഡിറ്ററേനിയൻ സീയുടെ രാജകുമാരന്മാരായിട്ട് മാറുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു, വെൽത്തി സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നു. അതായത് ഈ പറയുന്ന ട്രേഡേഴ്സ്, സിറ്റിയിലെ ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവർക്ക് ബാങ്കിങ്ങും ഇൻഷുറൻസും പോലുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ബുക്ക് കീപ്പിംഗ് പോലെയുള്ള ടെക്നിക്കൽ മാറ്റേഴ്സ് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്തായി, എക്സ്ട്രീംലി വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറി. അങ്ങനെ പ്രധാനപ്പെട്ട പവർഫുൾ ഫാമിലികൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അതായത് ട്രേഡും ബിസിനസ്സും ഗ്രോ ചെയ്തതോടുകൂടി യൂറോപ്പിൽ എന്ത് പറ്റി, മിഡീവൽ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച തുടങ്ങി. അങ്ങനെ ഈ പറയുന്ന പവറും ഇൻഫ്ലുവൻസും ഉള്ള പള്ളികളിൽ നിന്ന് അല്ലെ, പള്ളികളുടെ പവർ എന്ത് ചെയ്തു, കുറയാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ന്യൂ ക്ലാസ് ഓഫ് വെൽത്തി പീപ്പിൾ ഉണ്ടായി. മർച്ചൻസും ട്രേഡേഴ്സും അവർ വളർന്നു വന്നു. അവരാണ് ഇറ്റലിയിലെ റിച്ച് ഫാമിലീസ് ആയിട്ട് മാറിയത്. ആ ഫാമിലികളും അതിൻ്റെ സിറ്റികളും നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ഇത് സിമ്പിളാണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ചാൽ നോക്കി, നമുക്ക് ഇത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് അല്ലേ. മെഡിച്ചി, ഓക്കെ, മെഡിച്ചി ഫ്ലോറൻസിലാണ്, സ്ഫാഴ്സ മിലാനിലാണ്, ഫർണീസി ഫാർമ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്, ഒർസീനി നേപ്പിൾസിലാണ്, വിസ്കോന്തി മിലാനിലാണ്.
ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മാച്ച് ദ ഫോളോയിങ്ങിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ ഞാനൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. എങ്കിലും ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക? മാച്ച് ദ ഫോളോയിങ് വന്നാൽ നമുക്ക് അടിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കടാ, ഈ മെഡിസി മലയാളത്തിൽ വായിച്ചു നോക്കിയാൽ മെഡിച്ചി, നമ്മൾ കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? മടിച്ചി അല്ലേ? എന്താണ് മടിച്ചി? ഫ്ലോറൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മടിച്ചി എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് മടിയൻ മടിച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞു. എന്ത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു? ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഭയങ്കര മടിച്ചിയാണ്, എന്ത് പണി പറഞ്ഞാലും ചെയ്യൂല. അപ്പോൾ ഫ്ലോറൻസ് എന്ന് പറയുന്ന നഗരത്തിലാണ് എന്തുള്ളത്? മെഡിച്ചി എന്ന് പറയുന്ന കുടുംബം ഉള്ളത്. എന്തുള്ളത്? മെഡിച്ചി എന്ന് പറയുന്ന കുടുംബം ഉള്ളത്. ഓർത്ത് വയ്ക്കാമല്ലോ, മടിച്ചി ഫ്ലോറൻസ്, മടിച്ചി ഫ്ലോറൻസ്. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല, അതുകൊണ്ട് അമ്മ എന്ത് വിളിച്ചു? നിങ്ങളെ മടിച്ചി എന്ന് വിളിച്ചു. സോ മടിച്ചി ഫ്ലോറൻസ്. ഓക്കെ ആണല്ലോ. ഇനി ഓർത്ത് വയ്ക്കുക, നോക്കിയേ, സ്ഫാർസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. ഈ സ്ഫാർസ, ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കണേ, സ്ഫാർസയും വിസ്കോന്തിയും മിലാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ മിലാനിൽ 2 ഫാമിലി ഉണ്ട്. മിലാനിൽ 2 ഫാമിലിയാണ്. ഏതൊക്കെയാണ്? സ്ഫാർസയും വിസ്കോന്തിയും. ഏതൊക്കെയാണ്? സ്ഫാർസയും വിസ്കോന്തിയും. മലയാളം കൂടി വെച്ചേക്കുന്നത് ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഇറ്റാലിയൻ ഭാഷയിലെ നമ്മളെ വായി വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? സ്ഫാർസയും വിസ്കോന്തിയും മിലാനിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇതിനൊരു കോഡ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഫാർസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് വിചാരിക്കും. സ്ഫാർസ എന്ന് പറയുന്ന പെൺകുട്ടി മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവൾ എന്താണ്? അവൾ ഒരു കോന്തി എന്നാണ് കൂട്ടുകാരെ വിളിക്കുന്നത്. ഓക്കെ, ഇത് ബോഡി ഷേമിംഗ് എന്നൊന്നും പറയരുത്. ഓക്കെ, എൻ്റെ കോഡാണ്. എന്താണ്? എൻ്റെ അല്ല, എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ കോഡ്. ഓക്കെ, സ്ഫാർസ എന്ന് പറയുന്ന സ്ഥലം, സ്ഫാർസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ എങ്ങനെയായിരിക്കുന്നത്? മിലാൻ, മെലിഞ്ഞിട്ടായിരിക്കുന്നത്. സോ അവളെ കൂട്ടുകാരികൾ എന്ത് വിളിക്കും? ഒരു കോന്തിയാണെന്ന് വിളിക്കും. അപ്പോൾ സ്ഫാർസയും വിസ്കോന്തിയും മിലാനിൽ. അപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഉറപ്പാണ് മാച്ച് ദ ഫോളോയിങ് വന്നാൽ നിങ്ങൾക്ക് ഈ കണക്ഷൻ വെച്ചത് കിട്ടും. ഇനി അടുത്ത എളുപ്പമാണ്. ഓക്കെ, ഫർണീസി, ഫർണീസി, PAR, പാർമ. ഫർണീസി പാർമ, FAR, ഫർണീസി പാർമ. അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. ഈ ബാക്കിയുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഓർസീനി നേപ്പിൾസ് ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലാസ്സിൽ സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ഇത് കാണാതെ പഠിച്ചോളണം, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് വന്നാൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി എന്താണ്? മടിച്ചി അല്ലെങ്കിൽ മെഡിസി ഫ്ലോറൻസ് അല്ലേ? ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ മടിച്ചി, മെഡിസി ഫ്ലോറൻസ്. സ്ഫാർസ എന്ന് പറയുന്ന പെൺകുട്ടി മെലിഞ്ഞിട്ടായതുകൊണ്ട് കൂട്ടുകാരെ അവളെ എന്ത് വിളിച്ചു? കോന്തി എന്ന് വിളിച്ചു. സോ സ്ഫാർസയും വിസ്കോന്തിയും മിലാനിലാണ് ഇരിക്കുന്നത്. ഫർണീസിയുടെ FARും പാർമയിലെ PARും വെച്ച് അത് ഓർത്ത് വയ്ക്കാം. ഓർസീനി നേപ്പിൾസിലാണ്. അങ്ങനെ കുറേ ട്രേഡ് ഫാമിലീസ് ഡെവലപ്പ് ചെയ്ത് വന്നു. മിഡീവൽ ഫ്യൂഡലിസം ഡിക്ലൈൻ ചെയ്തു. എങ്ങനെ? അതൊക്കെ ദ ബിബോണിക് പ്ലാഗ് എന്ന് പറയുന്നത്, ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന എലികളിലുള്ള ചെള്ള് കാരണം പരക്കുന്ന ഒരു അസുഖമാണ്. അങ്ങനെ കപ്പൽ വഴി വന്ന എലികളിലുള്ള ചെള്ള് കാരണം ഈ പറയുന്ന സ്ഥലത്ത് എന്ത് പറ്റുന്നു? ബിബോണിക് പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു അസുഖം ഇറ്റാലിയൻ സിറ്റികളിൽ 14ാം നൂറ്റാണ്ടിൽ വരുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? ഒരുപാട് ആൾക്കാർ മരിക്കുന്നു. അങ്ങനെ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. അങ്ങനെ എന്ത് പറ്റി? ഈ പറയുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിനകത്തുണ്ടായിരുന്ന കൃഷിയിടകൾ അവസാനിച്ചു. കൃഷി അവസാനിക്കുമ്പോൾ ടാക്സ് കിട്ടുന്നത് അവസാനിച്ചു. അങ്ങനെ ഫ്യൂഡലിസം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. കാണാതെ പഠിക്കണോ? ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ എന്ത് പറ്റൂ? ഈ മിഡിൽ ക്ലാസ്സുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ് ഫോം ചെയ്ത് വന്നു. അതായത് ട്രേഡ് ചെയ്യുന്നതിലോട്ട് ആൾക്കാർ പോയി. അല്ലെ, ഇവിടെ നിന്ന് അവരെന്ത് ചെയ്തു? സിറ്റികളിലോട്ട് പോയി അവിടെ നിന്ന് ട്രേഡ് ആരംഭിച്ചു. അങ്ങനെ ഈ പറയുന്ന വമ്പൻ ഫാമിലികളും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ പറയുന്ന ഫ്യൂഡൽ മാടമ്പിമാർക്ക് പിന്നെ വേറെ വഴിയില്ലാതായി. അങ്ങനെ ആർട്ടിലും സയൻസിലും ലേണിങ്ങിലും ഒക്കെ ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. മാത്രമല്ല, ഈ അസുഖം വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ മെഡിസിൻ രീതികൾ കൊണ്ടൊന്നും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതാണ്, നമ്മൾ പുരാതന ഗ്രന്ഥങ്ങളിലോട്ട് പോയി. അങ്ങനെ എന്ത് പറ്റി? ഗ്രീക്ക് റോമൻ സിവിലൈസേഷനുകളിൽ ഉണ്ടായിരുന്ന പഴയ സയൻസ് അല്ലെ, ഇപ്പോൾ സയൻറ്റിസ്റ്റുമാരുടെ പുസ്തകങ്ങൾ ഇവർ തേടിപ്പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞതല്ലേ, ഈ പറയുന്ന എന്ത് പറ്റി? കോൺസ്റ്റാന്റിനോപ്പിൾ ഫെയിലായി അല്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്യുന്നു? തുർക്കികൾ പിടിച്ചടക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമൻ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ സ്കോളേഴ്സ് എങ്ങോട്ട് വന്നു? ഇറ്റലിയിലോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു? ഇറ്റലിയിലോട്ട് വന്നു. അങ്ങനെ ഇറ്റലിയിലോട്ട് അവർ വന്നപ്പോഴത്തേക്കുമാണ് എന്ത് പറ്റിയത്? ഈ പറയുന്ന ഇറ്റലിയിൽ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അവർ ഈ പറയുന്ന ഓൾഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് വായിച്ചിട്ട് അതിൽ നിന്ന് അറിവ് നേടി. അങ്ങനെ എന്ത് പറ്റി? ഈ പറയുന്ന ഇറ്റാലിയൻ സിറ്റിയിലോട്ട് ആൾക്കാർ വന്നു. അവരവരുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ അവിടെ അറിവ് വളർന്നു. അവർ ഈ പറയുന്ന ബുക്കുകളെയൊക്കെ അവരുടെ റീജിയണൽ ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ആർട്ടിസ്റ്റിക്കും കൾച്ചറലുമായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഇൻ്റലക്ച്വൽ ഫീൽഡിൽ മാറ്റം സംഭവിച്ചു.
ഓക്കെ. ഇനി പ്ലേഗ് ഈ പറയുന്ന 14-ാം നൂറ്റാണ്ടിൽ എന്ത് മാറ്റം വരുത്തിയത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമാണ്. എന്താണ് 14-ാം നൂറ്റാണ്ടിൽ വന്ന പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്ത് പറ്റി? യൂറോപ്യൻ പോപ്പുലേഷൻ ഡ്രാസ്റ്റിക്കായിട്ട് കുറച്ചു. അങ്ങനെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രശ്നം സംഭവിച്ചു, ലേബർ ഷോർട്ടേജ് സംഭവിച്ചു. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സിറ്റികളിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഫ്യൂഡൽ സിസ്റ്റം എന്ത് ചെയ്തു? വീഴുന്നു. പ്ലേഗ് വന്നപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് എന്ന് ശ്രദ്ധിക്കണം. ഈ പ്ലേഗ് വന്ന് മരിച്ചവരുടെ എണ്ണം എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്, ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ ഈ മാനുഷിക വികാരം എന്നൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു എന്ന് പറയുന്ന വികാരങ്ങൾ ആൾക്കാർക്കിടയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വരാനായിട്ട് തുടങ്ങി അല്ലേ. അവർ ഈ പറയുന്ന അവരുടെ ആരോഗ്യത്തിലും മറ്റു കാര്യങ്ങളും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അങ്ങനെ അറിവും വിവരവുമുള്ള ആൾക്കാർ സിറ്റികളിലെത്തി, അവർക്ക് കാശ് കൊടുക്കാൻ റിച്ച് ഫാമിലീസ് ഉണ്ടായി. അങ്ങനെ എന്ത് പറ്റി? ക്ലാസിക്കൽ ഐഡിയാസ് കൾച്ചറും റിവൈവ് ചെയ്യാൻ തുടങ്ങി. എവിടെ? ഇറ്റലിയിൽ. ഓക്കെ. അതായത് നോക്കിയേ, പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി, സോഷ്യൽ യൂണിറ്റി പോലെയുള്ള കാര്യങ്ങൾ, സിവിക് സെൻസും ലോ ആൻഡ് ഓർഡറും പോലെയുള്ള, അതായത് ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള അല്ലേ, നമുക്ക് രാഷ്ട്രബോധമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, നമുക്ക് എന്താണ് ഒരു സോഷ്യൽ യൂണിറ്റി ഉണ്ട്, മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറയുന്നു, മനുഷ്യത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെ നിയമനിർമ്മാണം, നിയമം നടപ്പിലാക്കൽ, അതുപോലെയുള്ള പുതിയ രീതികൾക്ക് എന്ത് ചെയ്തു? റോമ സാമ്രാജ്യത്തിന്, ഇതൊക്കെ പണ്ട് റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു, രാജാക്കന്മാർ പോയപ്പോൾ അതൊക്കെ ഫ്യൂഡൽ ലോഡുകൾ നശിപ്പിച്ചതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു? തിരിച്ചു വരാനായിട്ട് തുടങ്ങി. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വന്നു. അവർ റോമൻ നിയമങ്ങൾ, റോമ പണ്ട് നിയമമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ അതുപോലെ ഗ്രീക്കൊക്കെ, അതൊക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന കോമൺ ആൾക്കാരിലോട്ട് എത്തിച്ചു. അങ്ങനെ എന്ത് പറ്റി? ഇങ്ങനെ ക്ലാസിക്കൽ ലാംഗ്വേജും ലിറ്ററേച്ചറും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. സിറ്റീസ് എന്ത് ചെയ്തു? ആർട്ടിനും ലിറ്ററേച്ചറിനും ഇമ്പോർട്ടൻസ് തുടങ്ങി. സിറ്റികൾ ബ്യൂട്ടിഫൈ ചെയ്തു. പള്ളികൾ ആർട്ടും ശില്പകലയൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് മാറി. അങ്ങനെ എന്ത് ചെയ്തു? റൂളേഴ്സ് ആൻഡ് ക്ലർക്കി, അതായത് ഈ പറയുന്ന റൂളേഴ്സ്, എന്താ ഭരിക്കുന്ന ആൾക്കാരും അവിടുത്തെ ഉന്നതരായിട്ടുള്ള ക്ലർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെന്താ പറയുന്നത്, പ്രഭുക്കന്മാർ പോലത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ദേ സപ്പോർട്ടഡ് the collection and preservation of Roman heritage, പെയിൻറ്റിങ്, മാനുസ്ക്രിപ്റ്റ് ആൻഡ് ആർക്കിടെക്ചർ. പഴയ കാലത്തിലോട്ട് തിരിച്ചു അല്ലേ. നമ്മുടെ അപ്പൂപ്പൻ എന്തായിരുന്നു? അപ്പൂപ്പൻ രാജാവായിരുന്നു. അപ്പോൾ നമുക്ക് രാജകീയ പ്രൗഢിയിലുള്ള വീടും സെറ്റപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? കലയിലും മറ്റും മൊത്തമായൊരു മാറ്റം സംഭവിച്ചു. അങ്ങനെ വന്ന മാറ്റമാണ് എന്തായിട്ട് മാറിയത്? ഹ്യൂമനിസവും റെനേസൻസുമായിട്ട് മാറിയത്. ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കഥകളാണ് ദാ ഇവിടെ അത്രയും കൊടുത്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നോക്കിക്കോ, നമ്മൾ ഇവിടം വരെ പറഞ്ഞു, കണ്ടോ? നോക്കിക്കോ. From the 14th century onwards, a series of changes took place in the social, economical and political sphere of the Europe, along with the influence of Greco-Roman culture. Greco-Roman culture മനസ്സിലായല്ലോ. അതാ കണ്ടോ, 12-ാം നൂറ്റാണ്ട് തൊട്ട് 4-ാം നൂറ്റാണ്ട് വരെ, 7-ാം നൂറ്റാണ്ട് തൊട്ട് 5-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ. ഓക്കെ ആണല്ലോ. അങ്ങനെ പ്രധാനപ്പെട്ട വന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു. കാണാതെ പഠിക്കണോ? ഓർത്തിരിക്കാമല്ലോ. ഈ ചേഞ്ചസ് പ്രധാനമായിട്ടും എവിടെയാണ് വന്നത്? ഇറ്റലിയിലാണ് വന്നത്. അതിനെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം റീബർത്ത് എന്നാണ്, അല്ലെങ്കിൽ മാറ്റമെന്നാണ്. എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റീസൺ എന്തായിരിക്കും? ഇവർ ഇൻഡിപെൻഡൻ്റ് ആണ്, വെൽത്തിയാണ്, ഡൈനാമിക് ആണ്. ഇതിൻ്റെ കാര്യം നമുക്ക് നോക്കിക്കോ. ഒന്ന്, അറിവും വിവരവുമുള്ള ട്രേഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓർഡറിലാണ് പറഞ്ഞു അല്ലേ. ഈ കൊമേഴ്ഷ്യലൈസേഷൻ കാരണം 14-ാം നൂറ്റാണ്ട് ഫ്യൂഡലിസം അവസാനിക്കുകയും വെൽത്തി ഫാമിലികൾ വരികയും ആ ഫാമിലികളും സ്ഥലങ്ങളും ഓർത്ത് വെച്ചൂടെ. ആ കോഡ് എന്തായിരുന്നു? മടിച്ചി ഫ്ലോറൻസ് അല്ലേ. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാത്തതുകൊണ്ട് അമ്മ മടിച്ചി എന്ന് വിളിച്ചു. സ്ഫോഴ്സ എന്ന പെൺകുട്ടി മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളെ നമ്മൾ കോന്തി എന്ന് വിളിച്ചു. അപ്പോൾ മിലാനിനകത്തുള്ള 2 PAR FAR വെച്ച് നമുക്ക് ഫർണീസി പാർമ ഓർത്ത് വയ്ക്കാം. പിന്നെ ഉള്ളത് ഓർസിനി മേപ്പിൾസ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ക്രൂസൈഡ് എന്ന് പറയുന്ന യുദ്ധം നടന്നു. കണ്ടോ, ഞാനിത് ഒരു ഓർഡറിലാണ് പറഞ്ഞത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഓർഡർ ഇല്ല. അപ്പോൾ നമുക്ക് പലയിടത്തായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു രസമല്ല. ഇപ്പം ഞാൻ ഒരു ഓർഡർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് വായിച്ചു നോക്കും, പിടികിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിടികിട്ടുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയണം. ഓക്കെ. അങ്ങനെ ക്രൂസൈഡ് വന്നു. അങ്ങനെ കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നു. അങ്ങനെ ആ ബൈസാൻഡിയൻ ഇസ്ലാമിക് സ്റ്റേറ്റുകളായിട്ട് ട്രേഡ് നടന്നു. അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടായി. അടുത്ത് ബിബോണിക് പ്ലേഗ് വന്നു. പ്ലേഗ് കാരണം എന്ത് പറ്റുന്നു? ആൾക്കാർ മരിക്കുന്നു. ബ്ലാക്ക് ഡെത്ത് എന്നതിനെ വിളിക്കുന്നു. ഇങ്ങനെ ഈ പറയുന്ന ഫ്യൂഡലിസം അവസാനിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പ്ലേഗിൻ്റെ ടെറർ കാരണം അല്ലെ വെൽനസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി. മാത്രമല്ല പുതിയ സയൻസ് ഫെയിലായപ്പോൾ പഴയ റോമൻ ആർക്കിടെക്ചറും അത് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ റോമൻ മെഡിസിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി, യൂണിറ്റി പോലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന നാട്ടിലേക്ക് ആര് കൊണ്ടുവന്നു? ഈ പറയുന്ന അറിവുള്ള ആൾക്കാർ കൊണ്ടുവന്നു. അങ്ങനെ സിറ്റികളിൽ ഈ പറയുന്ന കലയും സാഹിത്യവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വളർന്നു. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നതോടുകൂടി ഈ പറയുന്ന ഗ്രീക്കോ റോമൻ ലിറ്ററേച്ചർ ചെയ്യാന്നുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇതാ കണ്ടോ, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇറ്റലിയിലോട്ട് വരുന്നു. അവരെന്ത്
എന്ത് ചെയ്യുന്നു, അറിവ് കോമൺ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അവർ ഈ പറയുന്ന ഓൾഡ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയ ഇറ്റാലിയൻ ഭാഷയിലോട്ട് ഈ പറയുന്ന മനുസ്ക്രിപ്റ്റുകൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ആൾക്കാർക്ക് അറിവ് നേടിത്തുടങ്ങി, അറിവ് നേടിയവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹ്യൂമനിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹ്യൂമനിസം. അതായത് ഹ്യൂമനിസം വരുന്നതിന് മുമ്പ് ഓക്കെ ഇവിടെ നിന്നിരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മതങ്ങൾക്കും ദൈവങ്ങൾക്കും ദേവതകൾക്കുമാണ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, സ്കൊളാറ്റിസിസം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, എന്നാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഹ്യൂമനിസത്തിലോട്ട് വന്നതെന്നും ഈ ഹ്യൂമനിസത്തിൻ്റെ എഫക്റ്റ് ആർട്ടിലും സ്കൾപ്ചറിലും അതുപോലെ തന്നെ ആർക്കിടെക്ചറിലും ഒക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് മെനക്കെടുത്താൽ ഇതുപോലെയുള്ള കുറേ വൃത്തികെട്ട പേരുകളും ഇത് ചെയ്ത ആൾക്കാരുടെയൊക്കെ പേര് പഠിക്കണം. പറ്റുന്ന അത്രയും കോഡുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കുറച്ച് സമയമായി കഥ പറഞ്ഞതുകൊണ്ടാണ് പോയത് സമയം, എങ്കിലും ആ കഥ കൊണ്ട് നിങ്ങൾക്ക് കാണാതെ പഠിക്കാതെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.